അങ്ങനെ 3 പേരുടെയും ഫാമിലി ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യാണ്. നെവിൻ്റെ അമ്മയും അനിയത്തിയും, ഒനിയലിൻ്റെ അമ്മയും അനിയനും, പിന്നെ ലക്ഷ്മിയുടെ അമ്മ. സത്യത്തിൽ ലക്ഷ്മിയുടെ മകനെ ഒന്ന് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. പിന്നീട് ഒനിയലിൻ്റെ അമ്മ മൊത്തം ഒരു വൈബാണ് കേട്ടോ. കൊച്ചി സ്ലാങ്ങിൽ വളരെ മനോഹരമായിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി പറയുന്നുണ്ട് കേട്ടോ. ഒനിയലിൻ്റെ അമ്മ മലയാളം, അതുപോലെ തന്നെ ഹിന്ദി, തമിഴ് എല്ലാ ബിഗ് ബോസും എല്ലാ സീസൺസും കണ്ടതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ എല്ലാ കാര്യങ്ങളും റൂൾസ് എല്ലാം ഒനിയലിൻ്റെ അമ്മയ്ക്ക് അറിയാം. പോരാത്തതിന് പുള്ളിക്കാരി ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് ഇനി ബിഗ് ബോസ് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറയാതെ മലയാളത്തിൽ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഒനിയലിൻ്റെ അമ്മയെ പോലെ മറ്റൊരു ഫാമിലി ഇതുപോലെ ബിഗ് ബോസ് ഹൗസ് ഇത്രയും അത്ഭുതത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി നോക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു പാലസ് പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒനിയലിൻ്റെ അമ്മ. പിന്നീട് അക്ബറോട് പറയുന്ന ഒരുപാട് ക്ഷീണിച്ചു പോയിന്ന്, അതുപോലെ ഷാനവാസിനോട് കുങ്കുമപ്പൂവൊക്കെ കാണാറുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. പിന്നീട് ഒനിയലിൻ്റെ അനിയനും അതുപോലെ തന്നെ നെവിൻ്റെ അമ്മയും അനീഷിനെ ഒരുപാട് പേര് അന്വേഷിച്ചു, ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ അമ്മ എല്ലാവരുടെ അടുത്തും നന്നായിട്ട് തന്നെ ഇടപഴകി. പക്ഷെ പിന്നീട് ലക്ഷ്മി അമ്മയും മാറിയത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷനൊന്നും അധികം ലൈവിൽ കാണിച്ചില്ല. അപ്പോഴേക്കും ഇവർക്ക് പോകാനുള്ള സമയമായി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിനോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി.